അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വതആല, രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹു, അവനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് തുടക്കത്തിൽ തന്നെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് നൽകുന്നു. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളാണ് എന്നും അത് പഠിക്കുന്നതിലൂടെ നന്മകളും പുണ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുമെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതിനാൽ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് വിശാലമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈയൊരു ദൗത്യം അല്ലെങ്കിൽ ഈയൊരു പ്രയത്നം അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ ആലിമു എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. 13 തവണ വന്നപ്പോഴും അതിൽ 11 തവണ ആലിമുൽ ഗൈബി എന്ന വാചകത്തോടു കൂടിയാണ്, അദൃശ്യമറിയുന്നവൻ എന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഗൈബറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളെയും അറിയുന്നവൻ അള്ളാഹുവാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നോക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് നോക്കുമ്പോഴും ഇതിനു മുമ്പെല്ലാം അള്ളാഹുവിൻ്റെ ഇൽമു മുൻകടന്നിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള അറിവ് അള്ളാഹുവിന് മുൻകടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മലക്കുകൾ ചോദിച്ചല്ലോ, എന്തിനാണ് ഈ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന, പരസ്പരം പോരടിക്കുന്ന, ഇങ്ങനെ അക്രമാസക്തരായ മനുഷ്യന്മാരെ എന്തിനു സൃഷ്ടിക്കുന്നു? അള്ളാഹുവെ, നിനക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് മലക്കുകൾ ചോദിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞതെന്താ? നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നു. അള്ളാഹുവിൻ്റെ ഇൽമു മുൻകടന്നതുകൊണ്ടാണ്. അള്ളാഹുവിനറിയാം ഈ മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ എങ്ങനെ ഇവിടെ വർത്തിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടിപ്പിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സർവ്വ കാര്യങ്ങളെയും രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ രേഖപ്പെടുത്തിയത് പ്രകാരമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവച്ചാൽ ഇങ്ങനെയാണ് ഇവിടെ നടക്കുക എന്നത് അള്ളാഹുവിന് നേരത്തെ മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് അള്ളാഹു അപ്പടി രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു. അതാണ് അള്ളാഹു അൽ ആലിം. അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അറിവ് നിറവോടുകൂടിയുള്ളതാണ്. തികഞ്ഞ അറിവാണ്. ന്യൂനതയില്ലാത്ത, കുറവുകളില്ലാത്ത, മറന്നുപോകാത്ത പൂർണ്ണമായ അറിവാണ് അള്ളാഹുവിൻ്റേത് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചില ചരിത്രങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, നോമ്പിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ, രാത്രിയുടെ ഇടയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുവാനോ അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തിലേർപ്പെടുവാനോ ലൈംഗിക ബന്ധത്തിലേർപ്പെടുവാനോ അനുവാദമില്ലാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ പ്രാപിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഭാര്യയെ സമീപിച്ചു. അങ്ങനെ പ്രാപിക്കുകയും ചെയ്തു. സമാനമായ സംഭവം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലും ഉണ്ടായി. മറ്റൊരു സ്വഹാബിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൻസാരിയായ സ്വഹാബി ഭക്ഷണത്തിനു വേണ്ടി കാത്തിരുന്നുറങ്ങിപ്പോയി. പിന്നെ ഭക്ഷണം വന്നപ്പോൾ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല അതറിയുകയും ആയത്ത് ഇറക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമി അർറഫസു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന. ഇന്ന് മുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ആ ആയത്ത് ഇറക്കി.
ഉഹില്ല ലക്കും ലൈലത്തസ്സിയാമി, നോമ്പിൻ്റെ രാത്രികളിൽ അറഫസു ഇലാ നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരെ പ്രാപിക്കാൻ ഇതാ നിങ്ങൾക്ക് അനുവാദം നൽകുന്നു. ഹുന്ന ലിബാസുൻ ലക്കും, നിങ്ങൾക്ക് അവർ വസ്ത്രമാണ്. വ അൻതും ലിബാസുൻ ലഹുന്ന, അവരുടെ വസ്ത്രമാണ് നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അലിമല്ലാഹു അന്നക്കും കുൻതും തഖ്താനൂന അൻഫുസക്കും ഫതാബ അലൈക്കും വഅഫാ അൻകും. അല്ലാഹ് പറയാണ്, അല്ലാഹ് അറിഞ്ഞിരിക്കണം. അലിമല്ലാഹ്, അല്ലാഹ് അറിഞ്ഞിരിക്കുന്നു. എന്താ അറിഞ്ഞത്? ആ രാത്രിയുടെ ഇരുളിൻ്റെ മറവിൽ രാത്രിയിൽ സംഭവിച്ചത് അല്ലാഹ് അറിഞ്ഞിരിക്കുന്നു. ബെഡ്റൂമിൽ നടന്ന സംഭവം അല്ലാഹു സുബ്ഹാനഹു തആല അറിഞ്ഞിരിക്കുന്നു. രാത്രി ഭക്ഷണം കാത്തിരുന്നുറങ്ങിപ്പോയിട്ടും അതിനുശേഷം ഭക്ഷണം വന്ന് ഭക്ഷണം കഴിച്ചതിനെ അല്ലാഹ് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് നടക്കുന്നതെല്ലാം രാത്രിയുടെ മറവിലാകട്ടെ, ഇരുട്ടിൻ്റെ കാളിമയിലാകട്ടെ, ആരും കണ്ടിട്ടില്ലെങ്കിലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു അറിയും എന്നതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ രാത്രിയുടെ മറവിൽ ചെയ്യുന്നതും നമ്മൾ ഗോപ്യമാക്കി വയ്ക്കുന്നതും അല്ലാഹ് അറിയുമെന്ന് പറയുന്നുണ്ട്. ഇൻ തുബ്ദു മാ ഫീ അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ലാഹ്. അല്ലാഹ് പറയാണ്, നിങ്ങൾ ഗോപ്യമാക്കി വെച്ചത്, രാത്രിയുടെ മറവിൽ ചെയ്തത്, നിങ്ങളുടെ മനസ്സിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുമെന്നാണ്. ഗോപ്യമാക്കി വെച്ചത്, രഹസ്യമാക്കി വെച്ചത്. ഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വ അഖ്ഫാ. ഗോപ്യമായത്, രഹസ്യമായത്, നമ്മുടെ മനസ്സിനോട് മന്ത്രിച്ചത്, ഇതെല്ലാം അല്ലാഹു അറിയും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു അൽ ആലിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്, ആരും അറിയാതെ പറഞ്ഞത്, ആരും കേൾക്കാതെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് നാം ചിന്തിച്ചു കൂട്ടുന്നത്, തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ അറിയാതെ നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്നു, ആ ചിന്തയുടെ എല്ലാം കാമ്പുകൾ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നു. നമ്മുടെ ചിന്തകളെ അറിയുന്നു, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ മന്ത്രങ്ങളെ അല്ലാഹു തിരിച്ചറിയുന്നു. അല്ലാഹു അറിയുന്നവനാണ് അൽ ആലിം. അവൻ എല്ലാം അറിയുന്നവനാകുന്നു. ഈ ലോകത്ത് ഒരു ഇല അത് പഴുത്ത് ഭൂമിയിലേക്ക് പതിച്ച് വീഴുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നു എന്നാണ്. എത്രയെത്ര മരങ്ങളുണ്ട്, ആ മരങ്ങളിലെല്ലാം എത്രയെത്ര ഇലകളുണ്ട്. ആ ഇലകളിൽ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലും അല്ലാഹ് അറിയാതെ പോകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇരുട്ടിലും വെളിച്ചത്തിലും രാത്രിയിലും ആരും അറിയാതെയും കാണാതെയും കേൾക്കാതെയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അല്ലാഹുവിൻ്റെ അൽ ആലിം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തേട്ടമെന്നുള്ളത്, ആരും അറിയാതെ ആരും കാണാതെ ഒന്നും മറ്റുള്ളവരറിയാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് പോലും അറിയുന്ന റബ്ബ് നാം ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹു അറിയുന്നു എന്ന ബോധം ഉണ്ടാകണം. കാരണം നമ്മൾ പലപ്പോഴും നാം ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവരറിഞ്ഞാൽ ഒരു മോശം വിചാരിച്ചു കൊണ്ട് തന്നെ മറ സ്വീകരിച്ചു കൊണ്ടായിരിക്കും പല തെറ്റുകളും ചെയ്യുന്നത്. എന്നാൽ ആളുകളറിയും എന്ന് കാണുമ്പോഴേക്ക് നമുക്ക് മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ, ആളുകളിൽ നിന്ന് മറഞ്ഞുകൊണ്ട് നമ്മൾ ആ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആളുകൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അറിയുന്ന നമ്മുടെ രക്ഷിതാവുണ്ട്, നമ്മെ സൃഷ്ടിച്ചവനായ, നാളെ പരലോകത്ത് വിചാരണ നടത്തുന്നവനായ നമ്മുടെ റബ്ബ് ഇതറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ നാമം അതാണ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അൽ ആലിം എന്ന നാമം എല്ലാം അറിയുന്നവൻ, എല്ലാ അറിവുമുള്ളവൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു സംഭവം പഠിപ്പിച്ചു തരാൻ. ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഉപദേശം ചോദിക്കുന്നു. ആ ഉപദേശത്തിൽ പറഞ്ഞതെന്താ? ഊസീക അൻ തസ്തഹിയ മിനല്ലാഹി അസ്സ വജല്ല കമാ തസ്തഹി റജുലൻ മിൻ സാലിഹി ഖൗമക്. നിന്റെ നാട്ടിൽ ഏറ്റവും നല്ല ഒരു വ്യക്തി നിന്റെ ഒരു ന്യൂനത അറിയുന്നതിൽ നീ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ നീ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിലും നീ ലജ്ജിക്കണം. നീ ചെയ്യുന്ന തെറ്റ് ആ സ്വാലിഹായ മനുഷ്യനേക്കാൾ, ആ സ്വാലിഹായ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവറിയുന്നു എന്ന വിഷയത്തിൽ നീ ലജ്ജിക്കണമെന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഉപദേശം കൊടുക്കുകയാണ്. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, നീ അള്ളാഹുവിനെ ലജ്ജയോടുകൂടി കാണണം. അള്ളാഹു എൻ്റെ തെറ്റുകൾ അറിഞ്ഞാൽ എന്ന ലജ്ജ നിനക്കുണ്ടാകണം. ആ ലജ്ജ നഷ്ടപ്പെട്ടാലോ, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലേ, നീ തോന്നിയതുപോലെ ചെയ്തോ. ലജ്ജയില്ലാത്ത ആളുകളാണ് തോന്നിവാസികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ലജ്ജ നഷ്ടപ്പെട്ടാലോ, അവൻ ചെയ്യുന്നതെന്തും ആളുകൾ എന്ത് കണ്ടാലും ആളുകൾ എന്തു പറഞ്ഞാലും അവനൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ലജ്ജയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാലോ അവൻ തീരാ നഷ്ടത്തിലുമായിരിക്കും. അതുകൊണ്ട് അല്ല കാണുന്നു, അള്ളാഹു അറിയുന്നു എന്ന ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠമായിക്കൊണ്ട് അൽ ആലിം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് തേടാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് തേടാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അറിവ് മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്. ആ അറിവിൽ നിന്ന് വളരെ കുറച്ച് അറിവ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കടലിലേക്ക് ഒരു വിരൽ മുക്കി ആ വിരലൊന്ന് ഉയർത്തുമ്പോഴേക്ക് നമ്മുടെ വിരലിൽ തങ്ങി നിൽക്കുന്ന വെള്ളം എത്രയാണോ അത്ര മാത്രമാണ് നമുക്ക് ലഭിച്ച അറിവ്. ബാക്കി മുഴുവൻ അള്ളാഹുവിൻ്റെ അറിവാണ്. ഇതൊരു ഉപമയിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് തേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മലക്കുകൾ എന്താ പറഞ്ഞത്? മലക്കുകൾ പറഞ്ഞു, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുവേ, ഞങ്ങൾക്കൊരു ഇൽമുമില്ല, ഞങ്ങൾക്കൊരു അറിവുമില്ല, നീ പഠിപ്പിച്ചു തന്ന അറിവല്ലാതെ ഒരറിവുമില്ല. അപ്പോൾ അറിവ് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്, എന്നിട്ട് ആ അറിവിൽ നിന്ന് തേടുകയാണ്. മഹാനായ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സർവ്വനാമങ്ങളും പഠിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും ശേഷം ആദം അലൈഹിസ്സലാമിന് സർവ്വനാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞല്ലോ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. അല്ലാഹു, എനിക്ക് നീ ഈ ഒരു ഭരണാധികാരം നൽകി, അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഇൽമ് അതിനെ കൃത്യമായി മനസ്സിലാക്കാനുള്ളതും നീ നൽകി എന്ന് പറയുകയാണ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അധികരിച്ചു പ്രാർത്ഥിച്ച ഒരു വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ, സമ്പത്ത് അധികരിക്കാൻ വേണ്ടിയിട്ടല്ല പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാരമോ മറ്റേതെങ്കിലും വിഭവങ്ങൾ കൂടുവാനോ വേണ്ടിയിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചത് റബ്ബി സിദ്നി ഇൽമ. അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നു അത്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹു എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ച് തരണമേ എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് എന്നാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, വഅല്ലമക മാ ലം തകുൻ തഅലം. പ്രവാചകരെ, താങ്കൾക്കറിയാത്തത് ഞാൻ ഇതാ താങ്കൾക്ക് പഠിപ്പിച്ചു തരുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നാണ് ശരിയായ ഇൽമ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് തേടാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുലരിയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, മതപരമായ ഉപകാരപ്പെടുന്ന അറിവ് നീ എനിക്ക് നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ഈ പ്രാർത്ഥന അറിയാത്തവർ എൻ്റെ ഈ ഒരു സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന പഠിക്കാൻ പരിശ്രമിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. പ്രവാചകൻ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ഉപകാരപ്രദമായ ഇൽമിനെയാണ് പ്രവാചകൻ തേടുന്നത്. ഉപകാരമില്ലാത്ത ഒരു ഇൽമ് അത് വേസ്റ്റാണ്. അതുകൊണ്ട് ഉപകാരമുള്ള ഇൽമ് നമുക്കുണ്ടാകണം. നാം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് അത് ഉപകാരപ്രദമായ ഇൽമായി മാറുകയുള്ളൂ. അതുകൊണ്ട് നാം പഠിക്കുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായി വേണ്ടതും അത് തന്നെയാണ്. ഇൽമു വേണം, അതോടൊപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ ഉപജീവനം വേണം. നല്ല ഉപജീവനം നൽകണം. ഏതെങ്കിലും ഉപജീവനമല്ല, ആരെങ്കിലും കട്ടിട്ടോ മോഷ്ടിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ടതോ ആയ റിസ്ക് ആകാൻ പാടില്ല. നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നാം യാത്ര ചെയ്യുന്ന വാഹനം, നമ്മുടെ വീട്, ഇതെല്ലാം പരിശുദ്ധമായതായിരിക്കണം.
ഇതെല്ലാം മാന്യമായ രൂപത്തിൽ സമ്പാദിച്ചതായിരിക്കണം. അങ്ങനെ റിസ്ഖൻ ത്വയ്യിബ, മാന്യമായ ത്വയ്യിബായ റിസ്ക്കായിരിക്കണം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകേണ്ടത്. അതോടൊപ്പം അവസാനമായി പ്രാർത്ഥിച്ചത് ഈ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ റബ്ബേ നീ സ്വീകരിക്കണേ എന്നാണ്. കാരണം നാം ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു എങ്ങാനും സ്വീകരിക്കാതെ പോയാലോ നമ്മുടെ പ്രയത്നങ്ങൾ മുഴുവൻ ബാത്തിലാണ്, നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ ബാത്തിലാകും. നാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് നമ്മുടെ അമലുകളെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും സാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്നൊക്കെയാണ് ഈ പ്രാർത്ഥനയുടെ വിശദീകരണമായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഉപകാരപ്രദമായ അറിവിനെ തേടുവാനും ആ അറിവിനെ കരസ്ഥമാക്കാനുള്ള പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് പോലും പ്രവാചകൻ കാവൽ തേടിയിട്ടുണ്ട് എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവ്, വേസ്റ്റായ ചില അറിവുകളുണ്ട്. ഇന്നിപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ മുഴുവൻ ഇന്ന് വേസ്റ്റായ കുറേ ഇൽമുകൾ ഇങ്ങനെ സ്ക്രോളിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാഹുവേ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിനോട് ശരണം തേടുകയാണ്, ഉപകാരമില്ലാത്ത ഒരറിവ് അതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരികയാണ്. മനുഷ്യവേഷത്തിൽ പ്രവാചക സന്നിധിയിൽ വന്നു ഇസ്ലാം എന്താണെന്നും ഈമാൻ എന്താണെന്നും ഇഹ്സാൻ എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു മടങ്ങിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കണം, ആരാണിപ്പോൾ വന്നതെന്ന് നിനക്കറിയോ? സ്വഹാബത്ത് പറഞ്ഞു, അറിയില്ല, അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും റസൂലിനും മാത്രമേ അറിയുള്ളൂ. പ്രവാചകൻ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, അതാക്കും ജിബ്രീൽ, നിങ്ങളുടെ അടുക്കൽ ഈ മനുഷ്യവേഷത്തിൽ വന്നത് അത് ജിബ്രീലാകുന്നു. എന്തിനാ വന്നെന്നറിയോ? യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ അവിടെ മതപഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മതപഠനം എന്നുള്ളത് ബൃഹത്തായ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ആ മതപഠനത്തിലൂടെ നമുക്ക് സ്വർഗം വരെ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വ ഇന്ന ഫദ്ല ആലിം, ഒരു ആലിമിൻ്റെ ഉപമയെന്നുള്ളത്, അതിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളത്, അലൽ ആബിദി, ഒരു സാധാരണക്കാരനേക്കാൾ ഒരു ആലിമിനുള്ള, ഒരു പണ്ഡിതനുള്ള ശ്രേഷ്ഠത എന്നത് കഫദിലിൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ സാഇരിൽ കവാകിബ്, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ദിവസത്തിൽ മറ്റു നക്ഷത്രങ്ങൾ, അത് സാധാരണ ചെറിയ തിളക്കം മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ എത്ര ശോഭയുണ്ടാകും. അതുപോലെയാണ് ആലിം എന്ന് പറഞ്ഞാൽ. ആബിദ് എന്ന് പറയുമ്പോൾ ആ നക്ഷത്രം പോലെയാണ്, ചെറുതാണ്, ചെറിയ വെളിച്ചം മാത്രമേ ലഭിക്കുള്ളൂ. പക്ഷേ വലിയ വെളിച്ചവും ഈ ഭൂമിയിൽ തന്നെയും നല്ലൊരു പ്രകാശം ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? അത് പൂർണ്ണചന്ദ്രനിൽ നിന്നാണ്. അതുപോലെ ആലിമിനെന്തുണ്ട്? വലിയ ഫളലുകളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ ഇന്നൽ മലായികത ലതലഉ അജ്നിഹതിഹാ റിളൻ ലിത്വാലിബൽ ഇൽമി, പണ്ഡിതന്മാർ അതുപോലെ തന്നെ വിദ്യ അഭ്യസിക്കുന്ന ഇത്തരം മതവിജ്ഞാനം തേടുന്ന ആളുകൾ, അവർക്ക് വേണ്ടി മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. വ ഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വചരാചരങ്ങളും അങ്ങനെയുള്ള ആലിമീങ്ങൾക്കു വേണ്ടി, പണ്ഡിതന്മാർക്കു വേണ്ടി, മതബോധമുള്ള മതവിജ്ഞാനമുള്ള ആളുകൾക്കു വേണ്ടി പാപമോചനം തേടുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല ഈ അറിവ് തേടിയുള്ള യാത്ര, അറിവിന് തേടാനുള്ള പ്രയത്നവും അതുപോലെയുള്ള പരിശ്രമങ്ങൾക്കും പ്രവാചകൻ പഠിപ്പിച്ചത് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ബിഹി ത്വരീഖൻ മിൻ ത്വരീഖിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്.
അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇൽമു പഠിക്കണം. മതം പഠിക്കാൻ, മതത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്താൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു അൽ ആലിമാണ്. അവൻ്റെ ഇൽമിൽ നിന്ന് തേടാൻ നമുക്ക് പരിശ്രമിക്കുക, അതുപോലെ തന്നെ പ്രയത്നിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ നാമം പഠിക്കുമ്പോൾ മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൽ നിന്ന് ഒന്നിനെയും മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മഹാനായ ലുക്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ കാണാൻ സാധിക്കുന്നത്, ഒരു കടുകുമണിയോളം നിസാരമായ ഏതെങ്കിലും ഒരു കാര്യം അത് വലിയ പാറയ്ക്കുള്ളിൽ കൊണ്ടൊളിപ്പിച്ചു വെച്ചാലും യഅ്തി ബിഹി അല്ലാഹ് അതറിയുകയും അത് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് തിന്മകളെ മറച്ചു വെക്കുവാനോ പാപങ്ങളെ ഒളിച്ചു വെക്കുവാനോ സാധ്യമല്ല. അള്ളാഹുവിൽ നിന്നൊന്നും മറച്ചു വെക്കുക സാധ്യമല്ല. അള്ളാഹു എല്ലാം അറിയും. അതാണ് അൽ ആലിം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അൽ ആലിം എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു കമാലിയത്തുള്ള പൂർണ്ണമായ ഇൽമുള്ള ഒരു ന്യൂനതയില്ലാത്തവനാണ് എന്നതും, അതോടൊപ്പം അവൻ്റെ ഇൽമിൽ ഒന്നും മറന്നു പോകുന്ന സാഹചര്യം അള്ളാഹുവിനില്ല എന്നതും. എന്നാൽ അവൻ്റെ ഇൽമിൽ നിന്ന് വളരെ ന്യൂനാൽന്യൂനപക്ഷം, നേരത്തെ പറഞ്ഞതുപോലെ കടലിൽ ഒരു വിരലിട്ട് പൊക്കിയെടുക്കുമ്പോൾ ആ വിരലിൽ എത്രയാണോ പറ്റിയത് അത്രയും മാത്രം ഇൽമു മാത്രമാണ് ഈ ലോകത്തുള്ള മറ്റുള്ള ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബിൻ്റെ ഇൽമിൽ നിന്ന് തേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം, പ്രാർത്ഥിക്കണം. അതോടൊപ്പം തിന്മകളുടെ വിഷയത്തിൽ റബ്ബറിയുമെന്ന ചിന്തയോടുകൂടി, റബ്ബിൻ്റെ വിഷയത്തിൽ ലജ്ജയോടുകൂടി ജീവിക്കാനും, അതുപോലെ തന്നെ ആ റബ്ബിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കുക സാധ്യമല്ല എന്ന ചിന്തയോടുകൂടി, നന്മയോടുകൂടി, ലജ്ജയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ജീവിക്കാൻ, റബ്ബിൽ നിന്നുള്ള അറിവ് അത് നമുക്ക് നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.